നാരങ്ങാത്തോട് യൂണിറ്റിന്റെ 2024-25 വാർഷിക പൊതുയോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരങ്ങാത്തോട് യൂണിറ്റിന്റെ വളർച്ചയ്ക്ക് കാരണഭൂതരായ രൂപതാ ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കല്, മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്നപ്പള്ളി, മേഖലാ പ്രോഗ്രാം മാനേജർ ലിസി റെജി, UDO എക്സിക്യൂട്ടീവ് വർഗീസ്, കമ്മിറ്റി അംഗങ്ങൾ, ശ്രേയസ് കുടുംബാംഗങ്ങൾ എന്നിവരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് യൂണിറ്റിന്റെ പ്രസിഡന്റ് PC ചാക്കോ. മലങ്കര സഭ ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന സിറിൽ മാർ ബെസേലിയോസ് പിതാവിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമായിരുന്നു ശ്രേയസ്. മണ്ണിന്റെ മക്കൾക്ക് സ്വാന്തനമേകിക്കൊണ്ട് അശരണരും ആലംബഹീനരുമായ ആളുകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റിൽ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് 36 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. നാരങ്ങാത്തോട് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശമാകിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മേഖലാ ഡയറക്ടർ, യൂണിറ്റ് ഡയറക്ടർ, പ്രോഗ്രാം മാനേജർ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഏവരെയും ഈ സമയം സ്മരിച്ചുകൊള്ളുന്നു. സ്വാശ്രയ സംഘം സംഘരൂപീകരണത്തിലൂടെ നല്ല നേതൃത്വ നിരയെ വളർത്തിയെടുക്കാനും കുടുംബത്തെ ശാക്തീകരിക്കാനും നാരങ്ങാത്തോട് യൂണിറ്റ് എന്നും മുൻപന്തിയിൽ തന്നെ നിലകൊണ്ടു. സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കുന്നതിനും അശരണരും അനാഥരുമായവരെ ചേർത്ത് പിടിക്കുന്നതിനുമായി ഗ്രാമത്തിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിയുന്ന കമ്മ്യൂണിറ്റി ഓർഗനൈസറായ ഗ്രേസിക്കുട്ടി വർഗീസിന്റെയും യൂണിറ്റ് കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിൽ 27 വർഷം മുമ്പ് 16 സംഘങ്ങൾ രൂപീകരിച്ചു. 2024 മെയ് 11 58 സംഘങ്ങൾ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി 27 സംഘങ്ങൾ ആനിക്കാംപൊയിലും 31 സംഘങ്ങൾ നാരങ്ങാത്തോട്ടിലും നിലനിന്നു. ഈ വർഷം ആനിക്കാംപൊയിൽ എന്ന പുതിയ യൂണിറ്റിന് രൂപം നൽകാൻ നാരങ്ങാത്തോട് യൂണിറ്റിന് സാധിച്ചു എന്നത് സന്തോഷകരവും അഭിമാനകരവുമാണ്. എന്നാൽ UDO ഗ്രേസിക്കുട്ടി വർഗീസിന്റെയും കമ്മിറ്റിക്കാരുടെയും കഠിന അധ്വാനത്തിന്റെ ഫലമായി നാരങ്ങാത്തോട് യൂണിറ്റിന് സംഘങ്ങളുടെ നിരയിൽ മുന്നിലെത്തിക്കാൻ സാധിച്ചു. ഈ വർഷം 24 സംഘങ്ങൾ പുതിയതായി രൂപീകരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 43 സ്ത്രീ സംഘം, 10 പുരുഷ സംഘം, 11 ബാലജ്യോതി, സീനിയർ സിറ്റിസൺ 1, അങ്ങനെ 65 സംഘം പ്രവർത്തിച്ചു വരുന്നു. സ്വാന്തനം, ലക്ഷ്യ, ഗ്ലോറിയ, അൽഫോൻസ, ചൈതന്യ, ജുവൽസ്, ലൂമിനസ്, ധന്യ, ഒരുമ, പ്രതീക്ഷ, ജ്വാല, ഫ്രണ്ട്സ്, ഒലീവിയ, തുഷാര, സ്താരംഗ്, തേജസ്, കടുകുമണി, സ്നേഹ, പ്രിയം, ധനുശ്രീ, നിറം, പൂമട്ട, റോസ് എന്നീ ഇത്രയും സംഘങ്ങൾ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ രൂപീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. വനദിനം മാർച്ച് 22 നാരങ്ങാത്തോട് യൂണിറ്റ് വനദിന യാത്രയിൽ പങ്കെടുത്തു. വനദിന യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. എല്ലാ യൂണിറ്റിലെ അംഗങ്ങളും ഒന്ന് ചേർന്ന് യാത്രയിൽ പങ്കെടുത്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരുന്നു. ശ്രേയസ് പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രചോദനമായി നിൽക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. 2024-25 വർഷത്തിന് ആശാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ രോഗികളെ ഭവനം സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നു. ചികിത്സാ സഹായമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുവാനും നമ്മൾക്ക് ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പഠനാവശ്യത്തിനായിട്ട് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ ബാഗുകൾ, പുസ്തകങ്ങൾ, യൂണിഫോമുകൾ കൊടുത്ത് നമ്മൾക്ക് സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുവാൻ നമുക്ക് ഈ വർഷം ശ്രമിച്ചിട്ടുണ്ട്. ശ്രേയസിൻ്റെ 2024-25 വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി. രക്ഷകന്റെ വരവറിയിച്ച ക്രിസ്മസ് പുതുവത്സരാഘോഷം നാരങ്ങാത്തോട് യൂണിറ്റിൽ വിപുലമായി ആഘോഷിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത മീറ്റിംഗ് ഇമ്മാനുവൽ മത്തോമ ചർച്ച് കുരോട്ടുപാറ വികാരി റവറൻ ഫാദർ റുനോ ഉദ്ഘാടനം ചെയ്യുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും മതസൗഹാർദ്ദത്തോടുകൂടി ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. വ്യത്യസ്തമാർന്ന കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് KC ചാക്കോ, UDO ഗ്രേസിക്കുട്ടി വർഗീസ്, സെക്രട്ടറി റോഷ്നി എന്നിവർ ആശംസകൾ നേർന്നു. അധ്യാപക ദിനം സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നാരങ്ങത്തോട് യൂണിറ്റ് ചെമ്പകടവ് അംഗനവാടി ടീച്ചേഴ്സിനെ ആദരിച്ചു. വയോജന സംഗമം നാരങ്ങത്തോട് യൂണിറ്റ് തെരേസ സംഘത്തിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷവും ആദരിക്കലും ഫാദർ ജോസഫ് പുളിയലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് ഡയറക്ടർ അധ്യക്ഷം വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. 52 വയോജനങ്ങളെ ആദരിച്ച് സ്നേഹവിരുന്ന് നൽകി. മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റും ചാവറ ഹോസ്പിറ്റൽ താമരശ്ശേരിയും വി ട്രസ്റ്റ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ജിസി റെജി സ്വാഗതം ആശംസിച്ചു. ചാവറ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫ്, ഡോക്ടർ അനുമോൾ, ഡോക്ടർ സിസ്റ്റർ രമ്യ ജോസ്, ബി ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ PRO ലിജോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചിങ്ങം 1 നാരങ്ങത്തോട് യൂണിറ്റ് കമ്മിറ്റി ഉരുവട്ടുപാറയിൽ വെച്ച് കർഷക ദിനം ആചരിക്കുകയും പ്രസ്തുത പരിപാടി യൂണിറ്റ് ഡയറക്ടർ സിജോ പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല കർഷകരായ PC ചാക്കോയെയും ലിനി പാട്ടുപാറയെയും ആദരിക്കുകയും ചെയ്തു. പഠനശിബിരം 2K25 നാരങ്ങത്തോട് യൂണിറ്റിൽ സംഘടിപ്പിച്ച മേഖലാതല നേതൃത്വ പരിശീലനം പഠനശിബിരം 2K25 വാർഡ് മെമ്പർ ലിസി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷം വഹിച്ച മീറ്റിംഗിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തമ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ പഠനശിബിരം 2K25 മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. തുടർന്ന് മേഖലാതല കരോൾഗാന മത്സരം നടത്തുകയും നാരങ്ങാത്തോട് യൂണിറ്റ് പ്രോത്സാഹന സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു. കമ്മിറ്റി ടൂർ നാരങ്ങാത്തോട് യൂണിറ്റ് അംഗങ്ങൾ കുടകിലേക്ക് ടൂർ സംഘടിപ്പിക്കുകയും ആ യാത്ര എല്ലാവരുടെയും മനസ്സിൽ എന്നും ഒരു ഓർമ്മയായി തീരുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം നാരങ്ങത്തോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുരുട്ടുപാറ അങ്ങാടിയിൽ വെച്ച് സ്വാതന്ത്ര്യദിനാഘോഷം ചെയ്യുകയും ഫാദർ സിജോ പന്തപ്പള്ളി പതാക ഉയർത്തുകയും സൈനികനായ ജിജി അവണൂർ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുകയും ചെയ്തു. സംരംഭങ്ങൾ നാരങ്ങാത്തോട് യൂണിറ്റ് വിവിധ സംഘാംഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സഹായങ്ങൾ നൽകി വരുന്നു. പശു ഫാം, കോഴി ഫാം, ടൈലറിംഗ്, പലചരക്ക് കട, ഹോട്ടൽ, പച്ചക്കറി കൃഷിത്തോട്ടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് മനസ്സാലെ വിചാരിച്ചിരുന്നു. പക്ഷേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ശ്രേയസ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ 20 വർഷമായി ഈ യൂണിറ്റിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കട മൂലം ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങളുടെ ജീവിത രീതികൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നു. ഞങ്ങളെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ ലോൺ തന്ന് സഹായിച്ച ശ്രേയസ് കുടുംബത്തിന് എൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു. ഞങ്ങൾ ശ്രേയസിൻ്റെ അയൽക്കൂട്ടത്തിൽ ഇങ്ങനെയുള്ളതാണ്. അപ്പം കാലങ്ങളായിട്ട് ശ്രേയസുമായിട്ട് കാര്യങ്ങൾ ഓടിച്ചു പോകുന്നതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പശുവിൻ്റെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഞാനും വൈഫും കൂടെയാണ്. പിന്നെ ഞങ്ങൾക്ക് പശു വളർത്തുന്നത് ഞങ്ങൾക്ക് നല്ല മെച്ചം തന്നെയാണ്. ഞങ്ങൾക്ക് 8-10 പശുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വെച്ച് നോക്കുമ്പം ഞങ്ങൾക്ക് നല്ല മെച്ചമാണ്. പുല്ലരിയാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ മലയെന്ന് വണ്ടിയുണ്ട്, വണ്ടിക്ക് കൊണ്ടുവരും. പുല്ലിയെത്തി വന്ന് പശുവിനെ കറന്ന് പിന്നെ പാലുമായിട്ട് അങ്ങ് പോവുകയാണ്. ഞങ്ങൾ കോഴി ഫാമുണ്ട്. കോഴി ഫാം 2,000-3,000 ഫാമാണ്. അപ്പോൾ അതും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഓടിക്കുന്നത്. രണ്ടുപേരും ഓടിച്ച് കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നാരങ്ങാത്തോട് യൂണിറ്റിൻ്റെ 2024-2025 വർഷത്തെ വാർഷിക പൊതുയോഗത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മാർച്ച് 23-ാം തീയതി നാരങ്ങാത്തോട് യൂണിറ്റ് ജലദിനം സംഘടിപ്പിക്കുകയും കുളം വൃത്തിയാക്കുകയും ചെയ്തു. എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്തു. SSLC+2 അവാർഡ് ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച SSLC+2 അവാർഡ് ദാനം അലങ്കര സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മോറാൻ മോർ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു.
പ്രസ്തുത അവാർഡ് ദാനത്തിൽ നാരങ്ങാത്തോട് യൂണിറ്റിൽ നിന്നും 6 കുട്ടികൾ പങ്കെടുക്കുകയും അഭിവന്ദ്യ പിതാവിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. അന്നേ ദിവസം പ്രശസ്ത മോട്ടിവേറ്ററായ ശ്രീ ആന്റണി ജോയി കൗമാരപ്രായത്തിന്റെ ചാബല്യത്തെക്കുറിച്ചും കരിയർ ഗൈഡൻസിനെ കുറിച്ചും ക്ലാസ് എടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാരങ്ങാത്തോട് യൂണിറ്റ് സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സെമിനാർ ഡോക്ടർ സിസ്റ്റർ ജീനു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിൽ അധ്യക്ഷം വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി വനിതാ ദിന സന്ദേശം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് പി സി ചാക്കോ, UDO ഗ്രേസിക്കുട്ടി വർഗീസ്, ആശാ വർക്കർ തങ്കമണി, വാർഡ് മെമ്പർ ഏലിയാമ്മ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടത്തിയ 2K25 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനവും 200 മീറ്ററിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ പ്രത്യാശാ സംഘാംഗമായ സോളി തോന്നലിനെ ആദരിച്ചു. കൂടാതെ ഹരിത കർമ്മസേനക്കാരെയും ആശാ വർക്കർമാരെയും ആദരിച്ചു. ഏരിയ മീറ്റിംഗ്. നാരങ്ങാത്തോട് യൂണിറ്റ് കൂരോട്ടുപാറ സംഘടിപ്പിച്ച ഏരിയ മീറ്റിംഗ് സെന്റ് മേരീസ് ചർച്ച് വികാരി ജോസ്ബൂട്ടി അന്തിനാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി ശ്രേയസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുഖ്യ സന്ദേശം നൽകി. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് പാസ്റ്റർ ബാബു വട്ടച്ചാക്കൽ, വാർഡ് മെമ്പർ ശ്രീമതി ഏലിയാമ്മ സെബാസ്റ്റ്യൻ, യൂണിറ്റ് പ്രസിഡന്റ് പി സി ചാക്കോ, UDO ഗ്രേസിക്കുട്ടി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രസ്തുത മീറ്റിംഗിൽ കൂരോട്ടുപാറ പ്രദേശവാസികൾ അഭിമുഖീകരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെയുള്ള ഉപ്പ് ശേഖരണവും നടത്തി. പ്രിയപ്പെട്ടവരെ, നന്ദിയുടെ ഒരു വാക്ക് പറയട്ടെ. നാരങ്ങാത്തോട് യൂണിറ്റിന്റെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മളോടൊപ്പം പ്രവർത്തിച്ച നമ്മളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലിങ്കൽ അച്ഛന് ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ യൂണിറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ടിത്തോട്ടത്തിലച്ഛന് ഏവരുടെയും നാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കട്ടെ. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും കൂടെയായിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിജോ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദിയുടെ പൂമലരുകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം മാനേജർ പ്രിയപ്പെട്ട ലിസി റെജി, നാരങ്ങാത്തോട് യൂണിറ്റിന്റെ എല്ലാ വികസനത്തിനും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസി റെജിയെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് പ്രസിഡന്റ് പി സി ചാക്കോ, ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അവരുടെ ഒരേ മനസ്സോടെയുള്ള പ്രവർത്തനവും അവരുടെ കരുതലും അവരുടെ മാർഗനിർദ്ദേശവുമാണ് ഈ യൂണിറ്റിന്റെ വികസനം. അവരെ ഏവരെയും എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കട്ടെ. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ശ്രേയസ് കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ സേവനം, നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ സ്നേഹം ഇവയൊക്കെയാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശമാകുന്നത്, വികസനത്തിന് കാരണഭൂതമായത്. ഈ യൂണിറ്റിനെ ഈ നിലയിലേക്ക് ബത്തേരി രൂപതയിലെ തന്നെ ഏറ്റവും നല്ല യൂണിറ്റായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നതിനോടൊപ്പം ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ച, നമ്മളെ കരുതിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.